ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങളെല്ലാം സുഖമായും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയ കിച്ചൺ വീഡിയോ എടുത്താലോ? ഇതേ നല്ല സൂപ്പർ അവിയൽ എന്ന് പറഞ്ഞാൽ ചോറ് അരിയാഹാരമൊക്കെ കഴിക്കാതിരുന്നിട്ടെന്തോ ഇതൊക്കെയാണ് എൻ്റെ ചിന്തകൾ. എന്തോ കഴിക്കാതിരുന്നാലും ഒരു മാറ്റങ്ങൾ നമുക്ക് മാറി വരുമ്പോഴല്ലേ നമുക്കതിനൊരു പ്രചോദനമായി സന്തോഷമായിട്ട് വീണ്ടും എനിക്കങ്ങ് അതൊക്കെയാണ് വിഷമം. അരിയാഹാരം എന്ന് പറയുന്നൊരു സാധനം എനിക്ക് ഇന്നിവിടെ കാലത്തെ അപ്പം ചുട്ടു. ഇന്നലെ അപ്പം ഉണ്ടായിരുന്നു, ഞാൻ കഴിക്കുന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി. ഞാൻ രാവിലെ പിന്നെ കഴിച്ചത് റോബസ്റ്റ പഴം ഉണ്ടായിരുന്നു. 2 റോബസ്റ്റ പഴം, ഞാൻ പഴുത്തു പോവാത്ത റോബസ്റ്റ പഴം മേടിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. അത് എടുത്ത് അതിൽ നിന്ന് ഞാൻ കഴിച്ചു. എൻ്റെ മോളെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, എൻ്റെ പങ്ക് ചപ്പാത്തി ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ കഴിക്കാനുള്ള ഒരു ചപ്പാത്തി കഴിക്കണമെന്നുണ്ടായിരുന്നു. കടലക്കറിയാണ്, അപ്പോൾ അതും കഴിക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ ഇപ്പോൾ ആയപ്പോഴത്തേക്ക് ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് കണ്ടോ, കാട്ടുനെല്ലിക്കയാണ്. കണ്ടോ, അങ്ങനെ അവിയൽ അരിഞ്ഞെടുത്തു. ക്യാരറ്റും ഒരു കായും മുരിങ്ങാക്കായും ശകലം മത്തൻ എല്ലാം കൂടെ അരിഞ്ഞ് അവിയൽ അടുപ്പിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ അരിയുന്നത് പാവയ്ക്കയും ക്യാരറ്റുമാണ്. ഞാൻ പച്ചക്കറി മീൻകറി ഉണ്ടെങ്കിൽ അത് കൂട്ടി അവിയലും, തോരനാണെങ്കിൽ തോരൻ, ഇതാണെങ്കിൽ ഇത് മീൻകറിയും കൂട്ടി ഞാൻ കഴിക്കും. മീൻകറിയല്ല, എന്ത് കറിയായാലും ആ കറി കൂട്ടി ഈ പച്ചക്കറികൾ കഴിക്കും. വെള്ളം ഓർമ്മിക്കുന്നിടത്തോളം ഞാൻ കുടിക്കുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ വെള്ളം കൂടി കുറയുന്നുണ്ട്. വെള്ളം എത്രത്തോളം നമ്മൾ കുടിക്കുന്നോ അത് ശരീരത്തിന് നല്ലതാണ്. പക്ഷേ ഇപ്പം ഭയങ്കര ചൂട് സമയവും കൂടെ. അപ്പം നമ്മൾ വെള്ളം കുടിക്കുന്നത് എത്രത്തോളം കുടിക്കാമോ അത്രത്തോളം നല്ലതാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നു. നമുക്ക് പാവമെന്ന് ഒരിക്കലും പറഞ്ഞുകൂടാ. അത് പറയുന്നത് തന്നെ ഹറാമാണെന്നാണ്. ഇപ്പോൾ നോമ്പ് സമയമാണ്. എനിക്കും ഒരു നോമ്പെങ്കിലും പിടിച്ച് നോക്കണമെന്ന്. ഉച്ചയ്ക്ക് നമ്മൾ ഉപവാസം, അത് പകലല്ലേ, അത് നോമ്പെടുക്കണമെന്നുണ്ടോ? നമുക്ക് സുഖമില്ലാതെയൊക്കെ ഉള്ള ആ ഒരു സമയത്ത് നമ്മൾ നോമ്പെടുത്ത് എനിക്ക് എന്തായാലും ഒരു നോമ്പെങ്കിലും എടുത്ത് നോക്കണം എന്നുള്ള, എന്തായാലും ഞാൻ ഒരു ദിവസം ആദ്യം നമ്മുടെ ഉപവാസം ചെയ്തിട്ട് എനിക്കൊരു നോമ്പെടുക്കണമെന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ഈ ഒരിക്കൽ നോക്കുന്നതൊക്കെ നല്ലതാണ്. ഉപവാസം ചെയ്യുന്നതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് പറയുന്നത്. പോകെ കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ മാറ്റാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അതിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിയലടുപ്പിൽ വെച്ചു. അച്ഛനും മോളും ഇവിടെ ഇല്ല. അച്ഛനെന്ന് പറഞ്ഞാൽ അണ്ണനും മോളും ഇവിടെ ഇല്ല. കൊച്ചു പഠിക്കാൻ പോയി. ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം മോള് വാങ്ങിക്കൊണ്ട് വന്ന അയലയുടെ 2 അയല ഫ്രിഡ്ജിലിരുന്നതെടുത്ത് ഞാൻ വെള്ളത്തിൽ ഇട്ടിരിക്കുന്നു. കുട്ടൂസ് മോൻ മീനില്ല എന്നുണ്ടെങ്കിൽ ചോറ് കൊണ്ടുപോയാൽ വൈകിട്ട് അതുപോലെ തിരിച്ചു കൊണ്ടുവരും, കഴിക്കില്ല. അവന് മീൻ വറുത്തത് ഉണ്ടെങ്കിൽ ഒരു കഷ്ണം മീനായാലും മതി. പക്ഷേ ചോറ് കൊണ്ടുപോകുമ്പോൾ അത് വേണം. ഇല്ലെങ്കിൽ വൈകിട്ട് വരുമ്പോൾ ചോറ് കൊണ്ടുപോകണ ടിഫിൻ ബോക്സ് അതുപോലെ ഇരിക്കും. ഇന്നലെ ഞാനാണ് കുട്ടൂസുമോനെ വിളിക്കാൻ പോയത്. ഇവിടെ വന്നപ്പോഴേ പറഞ്ഞു, അമ്മാമ്മ എൻ്റെ ചോറുകൊണ്ട് പാത്രം എടുത്ത് കഴുകണേ. അവർ കഴുകില്ല. കഴുകാത്ത കാര്യമെന്ന് പറഞ്ഞാൽ ഇവൻ ചോറ് കഴിച്ചില്ല എന്നുള്ളത് വീട്ടുകാർ അറിയാൻ വേണ്ടി അവർ ആ
പാത്രം അതുപോലെ ഇനി കൊടുത്തു വിടും. കാര്യം വീട്ടുകാർ അറിയണമല്ലോ ഇവർ ചോറ് കഴിച്ചില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു പാത്രമൊക്കെ കഴുകിയാണ് കൊടുത്തു വിടുന്നത്. നഴ്സറി അങ്ങനെയായിരുന്നു. ഇപ്പോൾ 1ാം ക്ലാസ്സിലായതിനു ശേഷമുള്ളതും അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോഴത്തെ എനിക്കറിയത്തില്ല, മോളല്ലേ എടുത്ത് നോക്കുന്നത്, ഞാൻ അങ്ങനെ അങ്ങ് ശ്രദ്ധിച്ചിട്ടില്ല. എന്തായാലും ഇന്നലെ ചോറ് അതുപോലെ ഉണ്ടായിരുന്നു. ഞാനെടുത്തില്ല, മോൾ വന്ന് കാണട്ടെ എന്ന് വിചാരിച്ചു. കാര്യം കൊച്ചുങ്ങൾ കഴിക്കാതിരിക്കുമ്പോൾ അവരുടെ അമ്മമാരത് അറിഞ്ഞിരിക്കണമല്ലോ അല്ലേ. അപ്പോഴാണ് അവൾ പറഞ്ഞത്, മീനിൻ്റെ കാര്യം നമുക്കും അറിയാവുന്ന കാര്യമാണ്. കുട്ടൂസുമാന് മീനില്ലെങ്കിൽ കുട്ടൂസുമാന് ഊണ് ഇറങ്ങുന്ന കാര്യം വലിയ പാടാണ്. നമുക്ക് അവിയൽ തുറന്നു ഈ പെണ്ണതിൽ ഉപ്പ് തട്ടിയിട്ട് വെച്ചില്ലേ, ഉപ്പ് പാത്രത്തിൽ ഉപ്പ് ഒഴിഞ്ഞുകൂടുന്നതാണ്. എന്ത് സാധനം തീർന്നാലും പറച്ചിലൊക്കെ കേട്ടാണ്ടല്ലോ കൊച്ചമ്മമാരെ കണക്ക് എന്നെ അവിടെ കുറേ ഇരിക്കും. ഇത് ഹോണാണ് ദൈവമേ, ഇത് കേൾക്കണേ എന്നെ അത് മതി. അപ്പം അവിയൽ വെന്തു. അവിയലിൻ്റെ അരപ്പിടാം. ചൂട് ഭയങ്കര ചൂട്. ഇതിൻ്റെ അരപ്പിട്ടു, ഉപ്പിട്ടു. അപ്പോൾ ആ ഒരു പച്ചപ്പൊന്ന് മാറട്ടെ. അവിയൽ പച്ചപ്പൊക്കെ ഒന്ന് മാറി നമുക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി ചേർക്കാം. അവിയൽ വയ്ക്കുന്ന എത്ര പേർക്ക് ഇഷ്ടമാണ്. മുരിങ്ങക്കായൊക്കെ ഇട്ട് ക്യാരറ്റും കായും സൂപ്പർ അവിയലായില്ലേ. കണ്ടോ, അവിയൽ ഇഷ്ടമായോ? എൻ്റെ അവിയൽ ഇഷ്ടമായൊരു പറയണേ. കണ്ടോ, സൂപ്പർ അവിയലല്ലേ. അപ്പം ഇനി നമുക്ക് ഇച്ചിരി പാവയ്ക്ക, ഇത് മക്കൾ മേടിച്ചുകൊണ്ട് വന്ന മോനും മരുമോളും അവർ വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന അപ്പോഴേ അന്നേ വാങ്ങിച്ചുകൊണ്ട് വന്ന ആണ്. ഇതൊന്ന് പാഴിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച ഇന്ന് അതുകൂടെ അങ്ങ് വെക്കാന്ന്. അല്ലെങ്കിൽ കുഞ്ഞിന് ചോറും ഉണ്ടാകും, മോന് ചോറും ഉണ്ടാകും, മോന് ക്യാരറ്റും ഇത് കൂടെ തോരൻ വെച്ചായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു പാവയ്ക്ക ഒന്ന് വാടി ആവുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ച അതങ്ങ് ഒന്ന്, എൻ്റെ ഇഷ്ടമല്ലാത്ത ഒരു സാധനമാണ് കേട്ടോ പാവയ്ക്ക. എൻ്റെ കൊച്ചിലെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ മാമൻ ചോറ് കഴിക്കാൻ സദ്യ ഉണ്ണാനായിട്ടിരിക്കും. അപ്പോൾ ഓണൊക്കെ വരുമെന്ന് തോന്നുന്നു. ഉദാ വന്നു ഭഗവാനെ വന്നു. അപ്പോൾ ഞാനങ്ങനെ ഇങ്ങനെയൊന്നും ഇലസദ്യ ഉണ്ണാതിരിക്കാൻ, എന്നെ ഇലസദ്യ ഉണ്ണാതിരുത്താൻ കൊള്ളൂലെന്ന് പറയും. അപ്പം അതിൽ ശകലം തേങ്ങ ഇട്ടു, ഉപ്പിട്ടു, വെള്ളം.
പോയിട്ടില്ലേ? വിഴുക്കും തയ്യാറായിട്ടുണ്ട്. പാവയ്ക്ക വിഴുക്കുണ്ടോ സൂപ്പർ. തണ്ണിമത്തം മേടിച്ച് വെച്ചിട്ട് എടുക്കാതെ പോയത് ഇറക്കുകയാണ്. ഇത് കണ്ടോ സൂപ്പർ. കണ്ടോ നമ്മളിട്ട് ഇതാക്കുമ്പം അതിൻ്റെ ഗുണം പോവും. ഇനി നമുക്ക് മീൻകറി വയ്ക്കാം. കറി വയ്ക്കാനായിട്ട് കറിച്ചട്ടി അടുപ്പിലേക്ക് വെച്ചു. നമുക്ക് മീൻകറി വയ്ക്കാനായിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെച്ചാലോ. നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു. എണ്ണ ചൂടായി. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള കടുകിടാം. കടുകിട്ടു. ഇനി നമുക്ക് വറ്റൽമുളകിട്ടു. ഇനി ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളിക്ക് എല്ലാം കൂടി ഒത്തിടുകയാണ്. ഉപ്പിട്ടു. നല്ല സൂപ്പർ അയലയാണ് കേട്ടോ. നല്ല സൂപ്പർ അയല. മേടിക്കുന്നെങ്കിൽ ഇങ്ങനത്തെ മീൻ തന്നെ വാങ്ങണം. പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ നല്ല മീൻ വാങ്ങുക. നല്ല ഫ്രഷ് അയല ഉണ്ടോ. നല്ല സൂപ്പർ ഫ്രഷ് അയല. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി അതിലേക്ക് ഇടാം. കറിവേപ്പില മാത്രം ഇല്ല. കറിവേപ്പില തീർന്നു പോയി. അതൊരു വലിയ കുറവാണ് കറിവേപ്പില ഇല്ലെന്ന് പറഞ്ഞാൽ. മൊബൈൽ പോസ് ചെയ്ത് വെച്ചിട്ടാണ് പൊടിയെല്ലാം ഇട്ടത് കേട്ടോ. മണ്ടത്തരങ്ങളാണ് എപ്പോഴും കാണിക്കുന്ന മണ്ടത്തരങ്ങളാണ്. മൊബൈൽ പോസ് ചെയ്ത് വെച്ചിട്ടാണ് പൊടിയെല്ലാം ഇട്ടത്. പൊടിയെല്ലാം ഇട്ടു കേട്ടോ. മുളക് പൊടി, സാദാ മുളക് പൊടി ഇട്ട്, കാശ്മീരി ചില്ലി പൗഡർ ഇട്ട്, മഞ്ഞൾപ്പൊടി ഇട്ടു, ശകലം ഉരുവപ്പൊടി പൊടിച്ചു, എല്ലാ പൊടിയും ഇട്ടു. ഇട്ടിട്ടാണ് ഇതിലിട്ടൊന്ന് അതിൻ്റെ പച്ചപ്പ് പോകാനായിട്ട് ഒന്നിളക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ചൂട് സമയത്ത് ഒരു ശകലം ഈ ഐസ് ക്യൂബൊക്കെ ഇട്ട് തണ്ണിമത്തൻ്റെ ജ്യൂസ് ഒരു ശകലം കുടിക്കട്ടെ.
ഇനി നമുക്ക് ഇതങ്ങോട്ട് ഇതൊക്കെ ഒഴിച്ച് ഒന്നുകൂടി അതൊക്കെ ഇളക്കി എല്ലാവരുമായിട്ടൊന്ന് ചേർത്ത് കണ്ടോ. അതിലൊരു ശകലം കട്ടയോ ഒന്നുമില്ലാതെ നല്ലപോലെ നമുക്ക് വെള്ളം ചേർക്കാതെ തന്നെ അതങ്ങ് ചേർത്ത് ഇളക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. ഞാനൊരു ശകല വെള്ളം ചേർത്തായിരുന്നു, എന്നിട്ടേ നമുക്ക് വെള്ളം ചേർക്കാവൂ. കണ്ടോ. കണ്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. പള്ളിയിൽ എന്തൊരു പ്രത്യേക നോമ്പള്ളി പറയുമ്പോലെ ഭഗവാനെ ഉച്ചയ്ക്ക് നോമ്പ് നടക്കുകയാണ്. അവരെ സമ്മതിക്കണ്ടേ. ഒരു നോമ്പും പിടിച്ചും കൊണ്ട് നമ്മുടെയൊക്കെ ഹിന്ദുക്കൾക്ക് അമ്പലത്തിൽ എന്തെങ്കിലും ഒരിത് പറഞ്ഞാൽ എന്തോ ഒരു കുറ്റം പറച്ചിലും. നമുക്കിവിടെ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. നമുക്ക് തൊട്ട് മേൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന, നമുക്ക് ഏതൊരു ദുഃഖത്തിലും ദുരിതത്തിലും നമുക്ക് എന്ത് ഒരു ഇതിലും നമുക്ക് ഇപ്പോൾ ഉള്ളൊരു ക്ഷേത്രമാണ് ഇവിടെ. നമുക്ക് ഏത് ഒരു മനസ്സിൽ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മളെ പല കാര്യത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ളത് പോലും ഭഗവാന്റെ ഒരു സഹായമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാര്യം നമുക്ക് മനസ്സിൽ മുന്നേ നമുക്ക് മനസ്സിലൊരു എന്തോ ഒരു അറിയിപ്പ് പോലെ എന്തോ പോലെ നമ്മളെ മനസ്സിൽ അതൊരു ഇത് ഭഗവാന്റെ ഒരു അറിയിപ്പ് നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് അനുഭവം കിട്ടിയിട്ടുള്ള ഒരിതാണ്. പക്ഷേ കുറച്ച് ആൾക്കാരുണ്ടല്ലോ കുറ്റവും, അത് ഞാൻ അമ്പലത്തിലെ അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ അത് അവർ നോമ്പ് പിടിച്ചും കൊണ്ട് ആ പള്ളിയിൽ ചെയ്യുന്നൊരിത് കേട്ടും കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഒരിക്കലും ക്ഷേത്രത്തിനെ കുറ്റപ്പെടുത്തുകയോ, അത് കുറേ ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട്. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളമ്പലത്തിലായാലും വേറൊരു അമ്പലത്തിലായാലും ഒന്നും ക്ഷേത്രം എപ്പോഴും നമ്മുടെ അത് തന്നെയാണല്ലോ. നമ്മുടെ ക്ഷേത്രത്തിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഞാൻ ജനിച്ചു വളർന്നപ്പോൾ തൊട്ടേ കണ്ട അമ്പലമാണ്. ആ അമ്പലത്തിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്, ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീനും കൂടെ അതിലേക്ക് പറക്കിയിടാം. അപ്പം ഇനി
കറി തിളച്ച് നല്ലതുപോലെ കറി വറ്റി വരട്ടെ. ഒന്നുകൂടെ വറ്റാനുണ്ട്. ഒന്നുകൂടെ വറ്റി നല്ല അടിപൊളിയായിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ ജോലിയൊക്കെ തീർന്നു. ഒതുക്കി ഇനി നമുക്ക് മീൻകറി ഒന്ന് വറ്റാനായിട്ട് തീ കുറച്ച് ഇട്ടേക്കുന്നു. അപ്പോൾ ദേ നമ്മുടെ സൂപ്പർ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്ന എൻ്റെ ഉച്ചയ്ക്കത്തെ ഇതാണ് ഞാൻ എടുക്കുന്നത്. അവിയലാണ് ഞാൻ കൂടുതലായിട്ട് എടുക്കുന്നത്. പാവയ്ക്ക എനിക്കിഷ്ടമല്ലാത്തൊരു സാധനമാണ്, എന്നാലും ഇന്നെടുക്കുകയാണ്. കാണത്തില്ലേ? ഇതാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്ന എൻ്റെ ഉച്ചഭക്ഷണം. ഈ സൂപ്പർ അവിയൽ, പാവയ്ക്ക, മീൻകറി. ഇതാണ് എൻ്റെ ഉച്ചക്കലത്തെ. പോരെ? സൂപ്പറല്ലേ? അപ്പോൾ എൻ്റെ ഉച്ചക്കലത്തെ ആഹാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. എന്തേലും കുറച്ചിട്ടും എന്തേലും കഴിച്ചിട്ടും ഞാൻ ചെയ്യാനോ? എല്ലാവരും വിചാരിക്കും ഇഷ്ടം പോലെ എല്ലാം കഴിച്ചാണ് ഇങ്ങനെ ഇരിക്കുന്നത്, കുറയുമായിരിക്കും എന്ന വിശ്വാസം. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ, കിച്ചൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്കെങ്കിലും തന്ന് സപ്പോർട്ട് ചെയ്യുക. അവരുടെ ആളെ നോക്കിക്കൊണ്ട് പോകുന്നു. കമൻറ്റിലൂടെ നിർദ്ദേശങ്ങളും തരാം, അഭിപ്രായങ്ങളും പറയാം, എല്ലാം ചെയ്യാം. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി അടുത്തുള്ള ഓളെന്നുള്ള ഓപ്ഷൻ ഒന്ന് അമർത്തി വെച്ചിരുന്നാൽ ഞാനിരുന്ന ഈ കുഞ്ഞു വീഡിയോകളുടെ ഇത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ.